കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട് 3 സഭകളെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം, അതിൻ്റെ സ്തോത്രം 18 മുതലുള്ള വാക്യങ്ങളാണ്. 18 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ ശബ്ദം ഉയർത്തി വായിച്ചേ. തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞു ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വിഭജിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. മതി. പ്രൈസ് ഗോഡ്. വളരെ ശക്തമായ ഒരു ദൂതാണ്. ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി ഇമോഷണലായി പോയി ആ മെസ്സേജിനകത്ത്. കാരണം സഭയോട് ഉള്ള അത്ര ശക്തമായൊരു ദൂതാ കർത്താവ് കൊടുക്കുന്നത്, സഭയെ നോക്കിയിട്ട്. ഹല്ലേലൂയ. ഞാൻ അതിലേക്ക് വരാം. അതിനു മുന്നേ ഈ 7 സഭകളുടെ മധ്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സഭയാണ് തുയഥൈര സഭ. അതിനുശേഷം മുകളിൽ അത് 4ാമത്തെ സഭയാണ് തുയഥൈര സഭ. നമുക്ക് ഇതിൽ പഠിക്കുന്നതിന് മുമ്പ് അല്പസമയം ഈ തുയഥൈര പട്ടണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്താണ് ഈ തുയഥൈര പട്ടണത്തിൻ്റെ പ്രത്യേകത? എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കറിയാം, ഏഷ്യ മൈനറിലെ പല പട്ടണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് പറയാം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പട്ടണമായിരുന്നു ഈ തുയഥൈര പട്ടണം. ഈ പട്ടണത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് വളരെ സമ്പൽ സമർത്ഥവും അപ്പോൾ തന്നെ ഒത്തിരി വ്യാപാര കേന്ദ്രങ്ങൾ, ഇൻഡസ്ട്രീസ് ഒത്തിരി ഉള്ള ഒരു പട്ടണമായിരുന്നു. തൊഴിൽ വ്യവസായത്തിനും വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു പട്ടണമായിരുന്നു ഈ തുയഥൈര പട്ടണം. മറ്റൊരു കാര്യം, ഈ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാനുള്ള കാര്യം, ഈ ഓരോ തൊഴിൽ മേഖലകളിൽ വളരെ മുന്നിലായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം, ഓരോ തൊഴിൽ വ്യവസായത്തിനും അതിൻ്റേതായ നിലയിലുള്ളതായ ഓരോ സംഘടനകളുണ്ടായിരുന്നു, ഗിൽഡ്സ് ഉണ്ടായിരുന്നു. ഓരോ സംഘടനകൾ. എനിക്ക് തോന്നുന്നത് ഇന്ന് കാണപ്പെടുന്ന തൊഴിലാളി സംഘടനകളുടെയൊക്കെ ഒറിജിൻ തുയഥൈരയാണെന്ന് തോന്നുന്നു. കാരണം ഓരോ തൊഴിൽ വ്യവസായത്തിനും അതിൻ്റേതായ നിലയിലുള്ളതായ സംഘടനകളുണ്ട്. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ബേക്കറി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ ബേക്കറി ഒരു ഇൻഡസ്ട്രി മേഖല ഉണ്ടെങ്കിൽ ഈ ബേക്കറിയുടേതായ ഒരു സംഘടന അവർക്കുണ്ട്. അപ്പോൾ ഏത് ജോലി, ഇപ്പോൾ നേഴ്സസ് വർക്ക് ചെയ്യുന്ന നേഴ്സസിൻ്റെ സംഘടന ഇവിടെ ഉണ്ടല്ലോ, സംഘടനയുണ്ട്. അപ്പോൾ ഏത് ജോലി ചെയ്യണമെങ്കിലും അവർക്ക് അതിൻ്റെ സംഘടനയുണ്ട്. മാത്രമല്ല, ഈ സംഘടനയിൽ ജോയിൻ ചെയ്യാത്ത ഒരാൾക്ക് ജോലി ഇല്ല താനും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ ഒരു ബേക്കറി പണി ചെയ്യണമെങ്കിലും ബേക്കറിയുടെ സംഘടനയിൽ അവൻ ജോയിൻ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു വർക്കിന് ഒരു സംഘടനയുണ്ട്. ഇനി ഞാൻ ആ സംഘടനയിലേക്ക് വരുന്നത് അവിടുത്തെ പശ്ചാത്തലം ശ്രദ്ധിക്കാൻ വേണ്ടിയാ. ഈ സംഘടനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഇവരുടെ പ്രശ്നം, ഈ ഓരോ സംഘടനയിലും അവരുടേതായ ഒരു ദേവനുണ്ട്, അവർക്ക് അവരുടേതായ ആഘോഷമുണ്ട്, അവർക്ക് പ്രത്യേക കാലത്തുള്ള ഉത്സവങ്ങളും അതിനകത്ത് ലൈംഗിക അധാർമ്മികതയും ഐഡൽ വർഷിപ്പും ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടതാണ് ഈ ഓരോ സംഘടന. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ സംഘടനയിൽ ആര് ജോയിൻ ചെയ്യണം? വർക്ക് ചെയ്യേണ്ട എല്ലാവരും ഈ സംഘടനയിൽ ജോയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഇറ്റ് വാസ് ദ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഒരു ബേക്കറി പണി ചെയ്യണമെങ്കിലും ഈ ബേക്കറിയുടെ സംഘടനയെ ജോയിൻ ചെയ്യണം.
ഏത് സംഘടന ജോയിൻ, പക്ഷേ സംഘടന ജോയിൻ ചെയ്യുന്ന അല്ല പ്രശ്നം, ഈ സംഘടനയുടെ പിന്നിലുള്ള പ്രവൃത്തിയാണ് വലിയ പ്രശ്നം. അവിടെ അധാർമികതയാണ് നടക്കുകയാണ്, അവിടെ ഉത്സവങ്ങൾ നടക്കുകയാണ്, ഐഡൽ വർഷിപ്പ് നടക്കുകയാണ്, അവരുടേതായ ഒരു ദേവനുണ്ട്, അവരുടേതായ ദൈവമുണ്ട്. അപ്പോൾ ഇവിടെ ചലഞ്ചിങ് ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെയുള്ള വിശ്വാസികൾ അവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മളാണെങ്കിൽ അതിനകത്ത് ഏത് നിലപാടെടുക്കും? നമ്മുടെ വിശ്വാസത്തെ നാം ബലി കഴിക്കുമോ, അതോ നമ്മുടെ കുടുംബത്തെ നാം പട്ടിണിയിടുമോ? ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വാട്ട് ദ ഡിസിഷൻ, നമ്മൾ എന്തു ചെയ്യും? ഇതായിരുന്നു തീർത്ത പട്ടണത്തിൻ്റെ സ്ഥിതി. വിശ്വാസികളുണ്ട്, കാരണം അതുകൊണ്ട് അതിൻ്റെ ദൂത്, ആ മെസ്സേജ്, കർത്താവ് കൊടുക്കുന്ന മെസ്സേജ് അതിലേക്ക് വരുന്നത്. സംഘടനയിൽ ജോയിൻ ചെയ്യാതെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, ജോയിൻ ചെയ്താലുള്ള കോൺസിക്വൻസ് അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യമായിരുന്നു തീർത്ത പട്ടണത്തിനുള്ളത്. രണ്ടാമത്, ഇറ്റ് വാസ് എ ഫോർട്ടിഫൈഡ് സിറ്റി, നോട്ട് ഫോർട്ടിഫൈഡ് സിറ്റി, ആൻഡ് വാസ് ബീങ് ഫേസ്ഡ് വിത്ത് അറ്റാക്ക് കണ്ടിന്യൂസ്ലി. എപ്പോഴും ഒരു ചുറ്റുമതിലില്ലാതെ കിടക്കുന്ന ഒരു പട്ടണമായിരുന്നു തീർത്ത പട്ടണം. അതുകൊണ്ടുള്ള കോൺസിക്വൻസ് അറിയാമോ? കൂടെ കൂടെ ഇവർ മറ്റു ശത്രുക്കളാൽ അറ്റാക്ക് ചെയ്യപ്പെടും, പിന്നെയും പണിയും, പിന്നെയും തകരും, പിന്നെയും പണിയും, പിന്നെയും തകരും. ഈ ഒരു നിലയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് അവരുടേതായ ഒരു ചുറ്റുമതിലില്ല. സ്തോത്രം. ഇതിലൊരു ദൂത് കൂടെ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് അവർ കൂടെ കൂടെ ആക്രമിക്കപ്പെട്ടത്? എന്തുകൊണ്ടാ? ചുറ്റുമതിലില്ലാത്തത് കൊണ്ട് ശത്രുക്കളാൽ കൂടെ കൂടെ ആക്രമിക്കപ്പെട്ടു. സ്തോത്രം. ഈ പട്ടണത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം നിന്നുകൊണ്ട് നമ്മുടെ ആത്മീയ മണ്ഡലത്തിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ, പല സന്ദർഭങ്ങളിലും നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പ്രോപ്പർ ചുറ്റുമതിലില്ലാത്തത് കൊണ്ടാണ്. നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ശത്രു എല്ലായ്പ്പോഴും ഉണ്ട്. എവിടെ നിന്റെ മതിൽക്കെട്ടിനൊരു വിള്ളലുണ്ടോ അതിനകത്തൂടെ അവൻ അകത്തോട്ട് കയറിയിരിക്കും. നിന്നെ തകർക്കാൻ, നിന്നെ അറ്റാക്ക് ചെയ്യാൻ പിശാച്, ശത്രു പുറകിൽ എല്ലായ്പ്പോഴും ഉണ്ട്. എന്നാൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ മതിൽക്കെട്ടുകളെ ഉറപ്പാക്കണം. ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ കോട്ട കാത്തുകൊള്ളണം. സംഹാരകൻ എന്ത് ചെയ്തിരിക്കുക? വാതിക്കലുണ്ട്. അപ്പൊ നിന്റെ വേലി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇന്ന് പല വേലികളും പൊളിയുന്നത് കൊണ്ടാ, പല മതിൽക്കെട്ടുകളും പൊളിയുന്നത് കൊണ്ടാ പിശാച് അകത്തോട്ട് കയറി തകർക്കുന്നത്. ഹല്ലേലൂയ. ഇന്നലെ വൈകിട്ട് ജസ്റ്റിൻ അമേലേക്കിന്റെ ചരിത്രം പറഞ്ഞു. ഇസ്രായേൽ കൂടെ കൂടെ ആക്രമിക്കപ്പെട്ടു. കാരണം പല വേലികളും പൊളിഞ്ഞു പോയി. പ്രാർത്ഥനയുടെ വേലി തകർന്നു, ഉപവാസത്തിന്റെ വേലി തകർന്നു, ആരാധനയുടെ വേലി തകർന്നു. എന്താ സംഭവിക്കുന്നത് അറിയാമോ? നിന്നെ ലക്ഷ്യമിടുന്ന ശത്രു അകത്തോട്ട് കയറും. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഓർക്കണം, നിന്റെ പ്രാർത്ഥനയുടെ വേലി നീ ശക്തിപ്പെടുത്തിയാൽ, നിന്റെ ആരാധനയുടെ വേലി നീ ശക്തിപ്പെടുത്തിയാൽ, നിന്റെ ഉപവാസത്തിന്റെ മതിൽക്കെട്ട് നീ ഉറപ്പിച്ചാൽ ശത്രുവിന് നിന്റെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. എന്നാൽ പിശാച് പലപ്പോഴും തകർത്ത് കളയാൻ കാരണം നിന്റെ ഭവനത്തിന്റെ അകത്തെ മതിൽക്കെട്ട് നീ ഉറപ്പിക്കാത്തത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം കുടുംബ ജീവിതത്തിന്റെ, വ്യക്തി ജീവിതത്തിന്റെ വേലികൾ ഉറപ്പിച്ചില്ലെങ്കിൽ ശത്രുവിന്റെ ആക്രമണം ഉറപ്പാ. നിന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ശത്രുവുണ്ട്. ഇവിടെ ഈ പട്ടണത്തിന്റെ പരാജയം, അവർക്ക് ശരിയായ നിലയിലുള്ള ഒരു മതിൽക്കെട്ടില്ലാത്തത് കൊണ്ട് കൂടെ കൂടെ അവർ ആക്രമിക്കപ്പെട്ടു. സ്തോത്രം. ഇതായിരുന്നു. മാത്രമല്ല, ഈ സ്ഥലത്തിന്റെ വളരെ ഒരു പ്രത്യേക വലിയ ഫേമസ് ആയിരുന്നു ഈ രക്താംബരം തുണികൾ, അല്ലെങ്കിൽ എന്തുവാ അതിന് പറയുന്നത്, നല്ല പട്ടുവസ്ത്രങ്ങളുടെ ഒക്കെ വളരെ ഫേമസ് ആയ ഒരു സിറ്റി ആയിരുന്നു ഈ തുയത്തര പട്ടണം. ഇനി ഇതിൻ്റെ പശ്ചാത്തലം സഭയിലേക്ക് വരാം. നമുക്ക് ഇതിൻ്റെ സിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ടാണ് പറഞ്ഞത്. ഈ സഭ ആരായിരിക്കും സ്ഥാപിച്ചത്? എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ? എവിടെയെങ്കിലും ഒരു പൗലോസ്, ഓക്കെ, എവിടെയെങ്കിലും തുയത്തേര നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ? എവിടെയൊക്കെയോ പറയുന്നുണ്ട്. ലുദിയ.
അപ്പോൾ ഈ തുയത്തേര പട്ടണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഓടി എവിടെ പോകുന്നറിയോ? അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഫിലിപ്പിയ പട്ടണത്തിൽ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുമ്പോൾ കടക്കരയിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഒരുത്തിയുടെ ഹൃദയ ദൈവം തുറന്ന് അവൾ കർത്താവിനെ സ്വീകരിച്ചു. അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുണ്ട്. അവൾ എവിടുത്തെ കയറിയായിരുന്നു? അവൾ തുയത്തൈര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായി. കണ്ടോ, ഇത് രണ്ട് കണക്ഷൻ വന്ന് കണ്ടോ? അപ്പോ ഈ പട്ടണം രക്താംബരം എന്ന് പറഞ്ഞാൽ പർപ്പിൾസ് അല്ലെങ്കിൽ എന്തുവാ പറഞ്ഞേ, പട്ടുവസ്ത്രങ്ങൾ, അതിന് ഫേമസ് ആയിരുന്നു. അപ്പോൾ ഇവള് ഈ ഫിലിപ്പിയ പട്ടണത്തിൽ ഇതിന്റെ വ്യാപാരമാണ് വിളിച്ചത്. വളരെ വളരെ സമ്പന്നമുള്ള കാര്യമാണ്, വലിയ ബിസിനസ്സാണ്. അപ്പോൾ ഇത് ബൈബിളിനകത്ത് വ്യക്തമായ രേഖകളില്ലെങ്കിലും കണക്കാക്കപ്പെടുന്ന ഈ സുവിശേഷത്തിൻ്റെ വിത്ത് അകത്തോട്ട് വീണാൽ അവൾ എവിടെ പോയാലും അത് പ്രകീർത്തിക്കുവാൻ ഇടയായിത്തരും. അവിടെ ചെന്ന് അവൾ സുവിശേഷം കേട്ടു. എവിടെ? ഫിലിപ്പിയ പട്ടണത്തിൽ. ചിന്തയിൽ ചരിത്രം പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത്, ഇവൾ തുയത്തര പട്ടണത്തിൽ തിരിച്ചു വന്നു. അവിടെ സുവിശേഷം പറയാൻ തുടങ്ങി. അവിടെ ഒരു സഭ ഉണ്ടായി. അതാണ് സഭയുടെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവൾ രക്താംബരം 16 വായിക്കുവാനിടയും. അപ്പം മറ്റ് എല്ലാ സഭകൾക്കുള്ള ദൂതിനെ അപേക്ഷിച്ച് ഈ ദൂത് വളരെ ദീർഘമായ വളരെ വലിയൊരു ദൂതാണ്. ഒത്തിരി വാചകങ്ങൾ ഉൾപ്പെട്ട ഒരു ദൂതാണ്. ബാക്കിയുള്ള എല്ലാ ദൂതും നോക്കിയാൽ കുറച്ച് വാക്യങ്ങൾ, 5-6 വാക്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ ദൂത് നോക്കിയേ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന 7 സഭകൾക്കുള്ള ദൂതുകളിൽ ഏറ്റവും വിശാലമായ ദീർഘമായ ഒരു ദൂതാണ് തുയത്തര പട്ടണത്തെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുന്നത്, വായിച്ച ഭാഗത്തിലേക്ക് നമ്മൾ വരുന്നത്, ആരരുളി ചെയ്യുന്നത്? ക്രിസ്തുവിനെ കുറിച്ച്. ഓക്കെ, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. മതി. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ഓരോ സഭയ്ക്കും കർത്താവ് വെളിപ്പെട്ട് വരുന്നത് വ്യത്യസ്തമായ നിലയിലാണ്. ഓരോ സഭയുടെയും പശ്ചാത്തലം അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് ആ ക്രിസ്തു വെളിപ്പെടുന്നത്. എപ്പോഴും ഓർപ്പിച്ച കാര്യം ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുന്നു. നിന്റെ അവസ്ഥ അനുസരിച്ച് ആ കർത്താവ് നിന്നോട് സംസാരിക്കുന്നത്. നിന്റെ സാഹചര്യം അനുസരിച്ച് ആ കർത്താവ് നിന്നോട് ഇടപെടുന്നത്. നീ ഇപ്പോൾ ഇതിനകത്തിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ നിലവാരങ്ങളെ നന്നായി അറിയുന്ന ദൈവം ആ നിലയിൽ നമ്മോട് ഇടപെടും. നമ്മൾ രോഗത്തോടെ വന്നെങ്കിൽ അവൻ നല്ല വൈദ്യനായിട്ട് നമ്മുടെ ഇടപെടും. നീ ആവശ്യത്തിലിരിക്കുന്നെങ്കിൽ നിന്നെ സഹായിക്കുന്നവനായി വെളിപ്പെടും. ഇവിടെ ഓരോ സഭകളോട് ദൈവം ദൂത് പറയുമ്പോൾ സഭയുടെ പശ്ചാത്തലം മനസ്സിലാക്കി, അവരുടെ സ്ഥിതി മനസ്സിലാക്കി ദൈവം ഇടപെടുക. ഇവിടെ ദൈവം ഇടപെടുന്ന രീതി നോക്കിക്കേ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അഗ്നിജ്വാലയ്ക്ക് തക്ക കണ്ണുള്ളവൻ. ഇവിടെ ക്രിസ്തുവിന്റെ 3 വ്യക്തിത്വത്തെ നമുക്ക് കാണാം. 3 വ്യക്തിത്വത്തെ. ഒന്ന്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. അത് ക്രിസ്തുവിന്റെ ഗോഡ് ഈസ് മൈ സേവിയർ, അഗ്നിജാലിക്കത് അത് ക്രിസ്തുവിന്റെ സർവ്വവ്യാപിത്വത്തെ കാണിക്കുന്നു. 2, വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ, അവന്റെ സർവശക്തിയെ കാണിക്കുന്നു. 3, ദൈവപുത്രൻ, രക്ഷകനെ കാണിക്കുന്നു. അപ്പം 3 മണ്ഡലത്തെ, ക്രിസ്തുവിന്റെ 3 വ്യക്തിത്വത്തെയാണ് ഈ അപ്പിയറൻസ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ളവൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ദൈവത്തിന്റെ സർവ്വവ്യാപിത്വം അവിടെ വെളിപ്പെടുന്നത്. സകലത്തെയും അറിയുന്നൊരു ദൈവം, സകലത്തെയും നന്നായി കാണുന്നൊരു ദൈവം. കഴിഞ്ഞ നാളുകൾ ഞാൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. സകലതും അവന്റെ മുന്നിൽ നഗ്നവും മലർന്നതുമായിരിക്കുന്നു. ഈ സഭയ്ക്ക് മറച്ചു വെക്കാൻ പലതുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, എന്റെ അഗ്നി കണ്ണുകൾക്ക് മുന്നിൽ നിങ്ങൾക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഓർക്കണമേ, നമുക്ക് പലരെയും മറച്ച് പലതും ചെയ്യാൻ കഴിയും. ആ ഭാര്യയ്ക്ക് ഭർത്താവിനെ മറയ്ക്കാം, ഭർത്താവിന് ഭാര്യ മറയ്ക്കാം, മക്കൾക്ക് അമ്മയപ്പന്മാരെ മറയ്ക്കാം. പക്ഷെ മറയ്ക്കാൻ കഴിയാത്ത അഗ്നി അല്ല കണ്ണുകളുള്ള ഒരുവൻ നമ്മെ വീക്ഷിക്കുന്നുണ്ട്. എപ്പോഴും അവന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. സ്തോത്രം. സകല രഹസ്യങ്ങളെയും കാണുന്ന ഒരു ദൈവം, സകലതും അവൻ കാണുന്നു. അതിന്റെ 23-ാം വാക്യം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഉൽപ്പുകളെയും മക്കളെയും ഞാൻ മതി. ഉൽപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, മനുഷ്യന് കാണാൻ കഴിയാത്തത് കാണാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ സകല രഹസ്യങ്ങളെയും കാണുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. മറന്നു പോകരുത്, നമുക്ക് സ്തോത്രം മനുഷ്യന്റെ മുന്നിൽ എങ്ങനെയും വെളിപ്പെടാം, എങ്ങനെയും വെളിപ്പെടാം. എന്നാൽ അഗ്നിജ്വാലയ്ക്ക് കണ്ണുള്ളവന്റെ മുന്നിൽ അഭിനയം പറ്റത്തില്ല. സ്തോത്രം. നമ്മൾ ഈ മോട്ടോർവേയിലെ വണ്ടി ഓടിച്ചു വരാറുണ്ട്. എത്ര സ്പീഡിൽ ഓടിച്ചു വന്നാലും ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്ലോ ചെയ്യുമോ? എന്തുകൊണ്ടാ സ്ലോ ചെയ്യുന്നത്? നിങ്ങൾ വരുന്നത് പോലെ അങ്ങ് വരുന്നാ പോരായിരുന്നു? പോയിന്റ് പോവും, പേടിയുണ്ടല്ലേ? ലൈസൻസ് പോകുന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ഈ നിസാര ക്യാമറ നിന്ന് നമ്മുടെ 2 പോയിന്റ് പോകുന്ന പേടി വരുമ്പം അവിടെ സ്ലോ ചെയ്യാൻ നമുക്കറിയാമെങ്കിൽ 24 hours നിന്നെ വീക്ഷിക്കുന്ന ഒരു കർത്താവിൻ്റെ ദൃഷ്ടിയുടെ മുന്നിൽ നിനക്ക് ഭയമില്ലെങ്കിൽ എത്ര കഷ്ടമാണ്. ചിന്തിച്ചു നോക്കണം. നമ്മൾക്ക് കർത്താവിനെ മറയ്ക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതം സകലതും വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ മുന്നിലാ. അവിടെ പറഞ്ഞിരിക്കുന്നു, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാ. സ്തോത്രം. ഹല്ലേലൂയ. സകലം നമ്മൾ ചെയ്ത സകലവും കർത്താവ് അറിയുന്നു. നമ്മളൊരു പാപം ചെയ്തെങ്കിൽ ആ പാപത്തിൽ നിന്നും മടങ്ങി വരുന്നവരെയും കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സഭയ്ക്ക് കൊടുക്കുന്ന ദൂതാത്. കാരണം ആ സഭയുടെ സ്ഥിതി അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് കർത്താവ് പറയുക, നിന്റെ പരിപാടിയൊന്നും എൻ്റെ അരികെ നടക്കത്തില്ല. നിനക്ക് മറ്റുള്ളവരെ സഹോദരങ്ങളെ മറയ്ക്കാൻ സഭയെ, പക്ഷേ എന്നെ നിനക്ക് മറയ്ക്കാൻ പറ്റത്തില്ല. എന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തവണ്ണ കണ്ണുള്ളവനാ ഞാൻ. സ്തോത്രം. അഭിനയം നടക്കത്തില്ല. ദൈവസന്നിധിയുടെ മുന്നിൽ, ദൈവത്തിന്റെ മുന്നിൽ അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. സ്തോത്രം. രണ്ടാമത് പറയുന്നു, വെള്ളോടിന് സദൃശ്യമായ കാല്. ക്രിസ്തുവിന്റെ തിളക്കമാർന്ന ഈ വെള്ളോടെന്ന് പറഞ്ഞാൽ പരിശുദ്ധിയെ കാണിക്കുന്നതാ. സ്തോത്രം. പരിശുദ്ധമായ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പരിശുദ്ധത്തെയും അധികാരത്തെയും കാണിക്കുന്നതാണ് ഈ കാല്. ഹല്ലേലൂയ. കർത്താവിന് അധികാരമുണ്ട്. ഇവിടെ പറയാ, ഞാൻ എന്തുകൊണ്ടാ ദൂത് പറയുന്നത് ചോദിച്ചാൽ കർത്താവിന് പറയാനുണ്ട്, എനിക്ക് നിന്റെ മേലൊരു അധികാരമുണ്ട്. സഭയോട് പറയാ, എന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചിലത് കൽപ്പിക്കാൻ പോകുക, താഴോട്ട് വരിക. അപ്പൊ അതിനു മുന്നേ കർത്താവ് പറയാ, എന്റെ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ദൂത് പറയാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ കർത്താവ് പറയാ, അധികാരമുള്ളവൻ, സഭയുടെ മേൽ അധികാരമുള്ളവൻ. ആ അധികാരം സഭയുടെ മേൽ ഉള്ളതുപോലെ തന്നെ ശത്രുവിന്റെ മേലും അധികാരമുണ്ട്. ഈ അധികാരം ആ കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ആരാ സഭ? നമ്മൾ ഓരോരുത്തരുവാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, കർത്താവിന്റെ ആ അധികാരം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലുമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കർത്താവിന്റെ വചനം എഴുതുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ പറഞ്ഞേ അധികാരം. അധികാരം. വാ തുറന്ന് പറഞ്ഞു, എനിക്ക് അധികാരം ഉണ്ടെന്ന് പറ. ഹല്ലേലൂയ. നീ ഇത് പറയുമ്പോൾ ഉണ്ടല്ലോ, പിശാച് വിറച്ച് ഓടും. ഹല്ലേലൂയ. വാ തുറന്ന് പറയണം. ഒരു പ്രശ്നം വരുമ്പോ അധികാരത്തോടെ പറയണം, എനിക്ക് പിശാചേ നിന്റെ മേലെ എനിക്ക് അധികാരമുണ്ട്. രോഗം വരുമ്പോ പറയണം, എനിക്ക് അതിന്മേൽ അധികാരമുണ്ട്. നിന്നെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളി വരുമ്പോ പറയണം, എനിക്ക് നിന്റെ മേൽ അധികാരമുണ്ട്. കാരണം കർത്താവ് ആ അധികാരം സഭയ്ക്ക് കൈമാറിയിരിക്കുക. ഹല്ലേലൂയ. അധികാരം യൂസ് ചെയ്യണം. ഇന്ന് പകൽക്കാലം പിശാചിനെ പേടിച്ച് ഓടേണ്ടവരല്ല നമ്മൾ, ശത്രുവിനെ പേടിച്ച് ഓടേണ്ടവരല്ല. കർത്താവ് തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് പിശാചിനോട് പറയണം, ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഏതെങ്കിലും ഭീതിയോടെ കഴിയുന്നെങ്കിൽ, പ്രശ്നത്തിന്റെ മുന്നിൽ ഭയത്തോടെ കഴിയുന്നെങ്കിൽ, ജീവിതം എന്തായി തീരുമെന്ന് ചിന്തിച്ച് വ്യാകുലതയോടെ കഴിയുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ആത്മാവി ചടകുടഞ്ഞ് എഴുന്നേറ്റ് പറയണം, ഓ പിശാചേ, എന്റെ മേലെ അധികാരമുണ്ട്, എന്റെ മേലൊരു അധികാരമുണ്ട്. കർത്താവ് വെള്ളോടിന്, ഹല്ലേലൂയ, അവിടെ പറഞ്ഞിരിക്കുന്നു, സഭയോട് സ്തോത്രം, സാദൃശ്യമുള്ള കാലുള്ളവൻ. മൂന്നാമത് കർത്താവ് വെളിപ്പെടുന്നത് ദൈവപുത്രനായിട്ടാ. ദൈവപുത്രൻ എന്ന പദം ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഈ ഒറ്റ ഭാഗത്തേ ഉള്ളൂ. ബാക്കി എല്ലാവരും അപ്പിയിരിക്കുന്ന അറിയോ, മനുഷ്യപുത്രൻ. നിങ്ങൾ ഓരോ ദൂതുകൾ നോക്കിയാൽ അവിടെ എല്ലാം മനുഷ്യപുത്രൻ. പക്ഷേ തുയത്തര സഭയിൽ വന്നപ്പോൾ കർത്താവ് പറയാ ദൈവപുത്രൻ. ഹല്ലേലൂയ. എന്താ ട്യൂണ് മാറിയത്? മറ്റെങ്ങും ഉപയോഗിക്കാത്ത ഒരു ടേം അവിടെ ഉപയോഗിച്ചു. അതിന് കാരണം സഭയുടെ സ്ഥിതി മനസ്സിലാക്കിയ. ഈ സഭയ്ക്കകത്തേക്ക് കയറി വന്നത് ആരാണെന്നറിയാമോ? സംഘടനകളിൽ, പ്രത്യേകിച്ച് തുയത്തര പട്ടണത്തിൽ അവരുടെ പ്രമുഖ ദേവനായിരുന്നു അപ്പോളോ എന്ന് പറയുന്ന ദേവൻ.
ഈ ദേവനെ ആരാധിച്ച ഒരു ജനമായി ഇതിനകത്തോട്ട് പലരും വന്നത്. യഥാർത്ഥമായി ആ ആരാധന വിട്ടോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. സ്തോത്രം. ഇപ്പോഴും ഹൃദയത്തിനകത്ത് ചില സ്തോത്രം ദേവനെ കൊണ്ടു നടക്കുന്നവർ സഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയാ, ഞാൻ അരുളി ചെയ്യുന്നവൻ ആരാണെന്ന് അറിയാമോ? ഞാൻ ദൈവപുത്രനാ. നീ ആരാധിക്കുന്ന ജാതിക ദൈവമല്ല, നീ ആരാധിക്കുന്ന അപ്പോളയല്ല, പിന്നെയോ ഞാൻ ദൈവപുത്രനാ. ഹല്ലേലൂയ. സഭയ്ക്ക് വെളിപ്പെട്ടിട്ട് കർത്താവ് പറയാ, ഞാൻ ദൈവപുത്രനാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ വാക്യം എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഇനി നമ്മൾ ചിന്തിക്കുന്നത് സ്തോത്രം സഭയോടുള്ള സ്തോത്രം അഫർമേഷൻ അല്ലെങ്കിൽ കമന്റേഷൻ. എന്താണ് കർത്താവിന് നല്ല കാര്യങ്ങൾ? നമുക്കറിയാം, എത്ര മോശമാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ മോശമായിട്ട് പറയാനുണ്ടെങ്കിലും കർത്താവ് എന്ത് മറക്കത്തില്ല? നല്ല വശങ്ങൾ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആദ്യത്തെ ഇത് തന്നെ പറഞ്ഞ്, നമ്മൾ 100 നല്ലത് ചെയ്താലും ഒരു മോശം ചെയ്താൽ നമ്മൾ ഏതാ ഓർക്കത്തുള്ളൂ? ഒരു മോശമേ ഓർക്കത്തുള്ളൂ. ഒരു തെറ്റ് ചെയ്താൽ പിന്നെ ജീവിതകാലം മുഴുവനും നിന്നെ കാണുന്ന ആ തെറ്റി കൂടെ ആയിരിക്കും. സ്തോത്രം. എന്നാൽ കർത്താവനല്ല, അവൻ്റെ നന്മവശങ്ങളെ പറയാൻ കർത്താവ് മടിക്കുന്നില്ല. അവർക്ക് നന്മവശങ്ങളെ എടുത്തു പറയാ. എന്നിട്ട് എന്തൊക്കെയാണ് യേശു പറയുന്ന നന്മവശങ്ങൾ? 6 കാര്യങ്ങൾ, 6 കമന്റേഷൻ വേഴ്സ് 19 നമുക്ക് കാണാൻ കഴിയും. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. മതി. ഇവിടെ നോക്കിയേ, 6 കാര്യങ്ങൾ സഭയിലൂടെ നല്ല വശങ്ങളെ കർത്താവ് ഊന്നി പറയാ. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യുന്നു? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അപ്പോ ഇത് പ്രവർത്തിക്കുന്ന ഒരു സഭയായിരുന്നു. ശ്രദ്ധിച്ചേ, നിന്റെ പ്രവൃത്തി. സഭയെ നോക്കി പറയാ, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. അർത്ഥം ശ്രദ്ധിക്കണം, ഈ സഭ പ്രവർത്തിക്കുന്നൊരു സഭയാണ്. പ്രവൃത്തിക്ക് 2 വശങ്ങളുണ്ട്. ഒന്ന് വേണ്ടി പ്രവർത്തിക്കാം, 2 എതിർത്ത് പ്രവർത്തിക്കാം. ഒന്ന് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്, ക്രിസ്തുവിനെതിരായി പ്രവർത്തിക്കുന്നവരുണ്ട്. സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്, സഭയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നവരുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്, നിനക്ക് എതിരായി പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ പ്രവൃത്തിയുടെ 2 വശം മനസ്സിലായല്ലോ? പ്രവൃത്തിക്ക് 2 വശമുണ്ട്, അതെല്ലാം ഇപ്പോഴും ഉണ്ട്. ഇവിടെ കർത്താവ് പറയുക, ഞാൻ നിന്റെ പ്രവൃത്തിയെ. അപ്പോൾ ഇതിൻ്റെ ഉൾവശങ്ങളെ അറിയുന്നവൻ, അവിടെ പറഞ്ഞല്ലോ, ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും അറിയുന്ന ദൈവം നിന്റെ പ്രവൃത്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നന്നായി അറിയുന്നു. അപ്പോൾ ഇവിടെ സഭയെക്കുറിച്ച് പറയുക, സ്തോത്രം, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. ദൈവം പ്രതിഫലം തരുന്നതും ദൈവം നോക്കുന്നതും നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചാണ്. ഏത് മണ്ഡലത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? കർത്താവിന് വേണ്ടി നമ്മൾ എത്ര പ്രവർത്തിച്ചിട്ടുണ്ട്? കർത്താവിന് വേണ്ടി നാം എന്തുമാത്രം പ്രവർത്തിക്കുന്നു? ഇതൊക്കെ കർത്താവ് നോക്കുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തി, വചനം ഇങ്ങനെ പറയുന്നു, നമ്മുടെ പ്രവൃത്തി നോക്കിയ കർത്താവ് എന്ത് തരുന്നത്? പ്രതിഫലം തരുന്നത്, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ നിങ്ങളുടെ പ്രവൃത്തിക്കു തക്കവണ്ണം, അതിന്റെ 23-ാം വാക്യം വായിച്ചേ. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം, നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണമാ കർത്താവ് നമുക്ക് പകരം ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് 2 കൊരിന്ത്യർ 5:10, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കാൻ നാം ഓരോരുത്തരും എവിടെ നിൽക്കേണ്ടി വരും? ക്രിസ്തുവിന്റെ, ഒന്ന് പറഞ്ഞേ, ക്രിസ്തു എവിടെ നിൽക്കണം? മറന്നു പോകരുത്, ഭയത്തോടെ വേണം പറയാൻ. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ട ഒരു ദിനമുണ്ട്. അന്ന് നമ്മുടെ പ്രവൃത്തി യഥാർത്ഥമായി ശോധന ചെയ്യപ്പെടും. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, അന്ന് കർത്താവ് നിന്റെ പ്രവൃത്തിയെ തൂക്കി നോക്കുമ്പോൾ നിന്റെ തുലാസിന്റെ തട്ടെവിടെയായിരിക്കും? നമ്മുടെ തുലാസിന്റെ തട്ടെവിടെയായിരിക്കും? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വ്യക്തമായി മനസ്സിലാക്കണം, ഇതുപോലെ തൂക്കി നോക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയെ തൂക്കി നോക്കുന്ന ഒരു ദിനമുണ്ട്. തൂക്കി നോക്കി കുറവുള്ളവരായിട്ടാണോ നമ്മെ കാണുന്നത്? സ്തോത്രം. പണ്ടൊരിക്കൽ ദാനിയേലിന്റെ പുസ്തകത്തില് ഒരു മനുഷ്യനെ കർത്താവ് തൂക്കി നോക്കി. സ്തോത്രം. വായിച്ചു നോക്കിയാൽ അറിയാം. ദാനിയേൽ പുസ്തകം 5-ാം അധ്യായം 27-ാം വാക്യത്തിലാണ്. അവിടെ നില്ല, ഒറ്റ കാര്യം പറയാം. ഇന്ന് പകൽക്കാലം കർത്താവ് തെക്കേൽ ചെയ്യാൻ പോവുക. എന്താ അർത്ഥം എന്നറിയാമോ? തെക്കേൽ എന്ന് പറയുന്നത് ഇതാർത്ഥം.
തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. കുറവുള്ളവനായി, അതാ തെക്കേൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. നമ്മുടെ തെക്കേലല്ല, നമ്മൾ തെക്കെന്ന് പറഞ്ഞാൽ അങ്ങേലും തെക്കേ വീട്ടിൽ എന്നൊക്കെ പറയാറുണ്ടല്ലേ. ആ തെക്കേലല്ല ഇത് വെൽസത്തിൽ കണ്ട ഒരു സ്വപ്നമാണ്. അതിൻ്റെ അർത്ഥം അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ കേട്ട ശബ്ദം എഴുതി കാണിച്ചത് തെക്കേൽ എന്ന് എഴുതി കാണിച്ചു. തെക്കേൽ ദാനിയേലിന് അത് വെളിപ്പെട്ടു. അർത്ഥം എന്താണെന്ന് നേരെ പറഞ്ഞു, നിന്നെ തൂക്കി നോക്കിയിട്ട് കുറവുള്ള, അതതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ ഭയത്തോടെ വേണമിരിക്കാൻ. അല്ല, ന്യായാസനത്തിൻ്റെ മുമ്പേ നമ്മെ തൂക്കുമ്പോൾ നമ്മൾ കുറവുള്ളവർ, തുലാസിൽ പൊങ്ങിപ്പോകുന്നവരാകരുത്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രവൃത്തിയെ നോക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവനവൻ്റെ നടപ്പിൻ്റെ അനുസരിച്ച് ആ കർത്താവ് യിരെമ്യാ പ്രവചനം വായിച്ച് യിരെമ്യാവ് 32:19 വാക്യം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കണം. നോക്കിയേ, നമ്മുടെ നടപ്പും നമ്മുടെ പ്രവൃത്തിയും നന്നായി നോക്കുന്ന ഒരു ദൈവം. വിലയിരുത്തണം നമ്മുടെ നടപ്പും നമ്മുടെ പ്രവൃത്തി. ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല, സമയം മുന്നോട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇത് നോക്കിയ കർത്താവ് നമുക്ക് ഇവിടെ സഭയെ നോക്കി പറയാ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. രണ്ടാമത് പറയാ, എന്താ പറഞ്ഞിരിക്കുന്നു? സ്നേഹം. ഞാൻ നിന്റെ സ്നേഹം. ഈ സഭ സ്നേഹിക്കുന്ന ഒരു സഭയായിരുന്നു. ഞാൻ നിന്റെ സ്നേഹം അറിയുന്നു. ദൈവത്തോടുള്ള സ്നേഹം, പരസ്പരമുള്ള സ്നേഹം. ഓക്കെ, അവിടെ സ്നേഹം വളരെ പ്രകടമായിരുന്നു. അത് കർത്താവ് ശ്രദ്ധിച്ചു. സ്തോത്രം. ഒരു സഭയെക്കുറിച്ച് നിന്റെ സ്നേഹം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെക്കുറിച്ചാണ് പറഞ്ഞേ? എഫെസസ് സഭയെക്കുറിച്ച് പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി എന്ന് എഫെസസ് സഭയെക്കുറിച്ച് പറയുമ്പോൾ ത്വയത്തിര സഭയെ നോക്കി കർത്താവ് പറയാ, ഞാൻ നിന്റെ സ്നേഹം കാണുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ സ്നേഹം കാണുന്ന ഒരു ദൈവം. ആമേൻ. അടുത്ത പറയാ വിശ്വാസം. ഹല്ലേലൂയ അല്ലേ? അപ്പോൾ സഭയുടെ സ്നേഹം, സഭയുടെ വിശ്വാസം. വിശ്വസിക്കുന്നൊരു സഭയായിരുന്നു ത്വയത്തിര സഭ. സ്നേഹിക്കുന്നൊരു സഭയായിരുന്നു, പ്രവർത്തിക്കുന്നൊരു സഭയായിരുന്നു. എന്നിട്ട് അടുത്ത ഭാഗം ശുശ്രൂഷയിൽ ഒട്ടും പുറകിലല്ല. കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ, കർത്താവിന് വേണ്ടി ചെയ്യുന്നതിലൊക്കെ ഒട്ടും പിറകിലല്ലാത്ത ഒരു സഭ. എന്നിട്ട് പറയാ സഹിഷ്ണുതയുള്ള, ഇതൊക്കെ ഞാൻ വിവരിക്കുന്നില്ല, പെട്ടെന്ന് പോകാൻ വേണ്ടിയാ. സഹിഷ്ണുതയുള്ള സഭ. ഹല്ലേലൂയ. അർത്ഥം മനസ്സിലായോ? സഹിഷ്ണുതയുടെ വാക്കിന്റെ അർത്ഥം എന്തുവാന്ന് അറിയാമോ? എന്തോ സഹിഷ്ണുതയുടെ വാക്കിന്റെ അർത്ഥം? ഹലോ, ആർക്കും ഒന്നുമില്ലേ? എന്താ സഹിഷ്ണുത? എന്തോ? ദീർഘക്ഷമ അല്ലേ? അയ്യാ, നമുക്ക് മാക്സിമം ക്ഷമിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം. അപ്പോൾ സഭയെക്കുറിച്ച് പറയാ, ഈ സഭ അങ്ങനെ ഒരു സഭയായിരുന്നു. ഓക്കെ, സഹിഷ്ണുത. എന്നിട്ട് പറയാ, നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും. സ്തോത്രം. അതാ ഏറ്റവും നല്ലൊരു ഗുണം. നമ്മളിൽ ഒത്തിരി പേര് ആദ്യം നല്ലതാ, പക്ഷെ ഒടുക്കം അങ്ങനല്ലേ? ഒടുക്കം വരുമ്പം പോയി. നല്ല തുടക്കം കുറിച്ചു. നമുക്ക് പറയട്ടെ, ദുഃഖത്തോടെ പറയട്ടെ, തുടക്കം കുറിച്ച് എത്ര പേര് തകർന്ന്. നല്ല തീഷ്ണതയോടെ നിന്നവർ ഇന്ന് കാണുന്നില്ല. കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുന്നത് ഇന്നില്ല. എത്രയോ പേര് നല്ല തുടക്കം കുറിച്ചു, ഒടുക്കം ഇല്ലാതെ പോയി. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവസഭയോട് പറയാം, തുടക്കത്തെക്കാൾ ഒടുക്കം നന്നായിരിക്കണം. ഹല്ലേലൂയ. നീ ആദ്യകാലങ്ങളിൽ ഒത്തിരി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു അന്ത്യം പ്രാപിക്കുക. നീ പെയ്യ ഓടിയാൽ മതി, പക്ഷെ ഫിനിഷിങ് പോയി നീ എത്തണം. നീ ഓടിത്തുടങ്ങിയിട്ട് കുറച്ച് വന്ന് തളർന്നു വീണ് തകർന്നു പോകാനല്ല, നിന്റെ ഫിനിഷിങ് പോയി നീ എത്തണം. ഇവിടെ സഭയെക്കുറിച്ച് പറയാ, നിന്റെ ആദ്യത്തെക്കാൾ അന്തം എന്ത് ചെയ്തിരിക്കുന്നു? ഏറെ നന്നായിരിക്കുന്നു എന്ന്. ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞ ശേഷം, ഇപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഇതിന് ശേഷം കർത്താവ് അടുത്ത മണ്ഡലത്തിലേക്ക് വരിക, രണ്ടാമത്തെ അക്യൂസേഷൻ. ഓക്കെ, എന്താണ് സഭയെക്കുറിച്ച് യേശുവിന് ദൈവത്തിന് പറയുവാനുള്ളത്? അവിടെ പറഞ്ഞിരിക്കുന്ന അക്യൂസേഷൻ 20-ാം വാക്യത്തിൽ ഇങ്ങനെ തുടർന്ന്, എങ്കിലും. ഏത് സഭയിലും നമ്മൾ കണ്ടു എങ്കിലും. ഇത്രയും കാര്യങ്ങളുണ്ടതുകൊണ്ട് ഞാൻ നല്ലതായി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല.
അടുത്ത മണ്ഡലത്തിൽ കർത്താവ് എങ്കിലും അവിടെ പറയാണ്, താൻ പ്രവാചക എന്ന് പറഞ്ഞ് ഈ സഭയിൽ ഒരു പ്രവാചകയുണ്ട്. ഈ സഭയ്ക്കകത്തൊരു പ്രവാചക ഉണ്ടെന്നേ. മനസ്സിലാകുന്നുണ്ടോ? ഇവളെയും കൂടെ കൂട്ടിയ ആദ്യം ദൂത് പറഞ്ഞ. പക്ഷേ ഈ വിശുദ്ധിയും നല്ല പ്രവൃത്തിയും ഉള്ളത് മൊത്തത്തിലല്ല, ഇതിനകത്ത് കുറച്ച് പേര്. അതിലേക്ക് ഞാൻ താഴെ വരാം. കർത്താവ് ദൂത് പറഞ്ഞെങ്കിലും മൊത്തത്തിലല്ല. ഇതിനകത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, ഇതിനകത്ത് സ്നേഹിക്കുന്നവരുണ്ട്, ഇതിനകത്ത് വിശ്വസിക്കുന്നവരുണ്ട്. ഇറ്റ്സ് നോട്ട് ഓൾ. ഇവിടെ കർത്താവ് പറയുക, ഇതൊക്കെ ആണെങ്കിലും നിന്റെ സഭയ്ക്കകത്ത് ആരുണ്ട്? ഒരു പ്രവാചകിയുണ്ട്. അവൾ പ്രവചിക്കുന്നവളാ. സഭയ്ക്കകത്ത് പ്രവാചികയുണ്ട്. അവളെ പറഞ്ഞിരിക്കുന്നു. അവളുടെ പേരെന്താ? അവളുടെ പേര് ഇസബേൽ. ഇത് വാസ്തവത്തിൽ യഥാർത്ഥ പേരാണെന്നില്ല. നമ്മൾ ഇസബേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഓടിപ്പോകുന്ന ഒരു പേരുണ്ട്. എവിടെയാ? 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം. 1 രാജാക്കന്മാർ പുസ്തകത്തിൽ, 2 രാജാക്കന്മാർ പുസ്തകത്തിൽ നമുക്ക് കാണാം. അവളെക്കുറിച്ച് നമുക്ക് കാണാം. അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഇസബേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇവിടെ ഇസബേൽ എന്ന പേര് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്ത പഴയതിലേക്ക് പോവാം. അതിന് സമാനമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് കർത്താവ് ഈ പേര് ഇവിടെ ഉപയോഗിച്ചത്. അവിടെ ഒരു പ്രവാചകമുണ്ട്, വാസ്തവമാണ്. പക്ഷെ അവരുടെ പേര് ഇത് തന്നെ ആയിരിക്കണമെന്നില്ല. പക്ഷെ കർത്താവ് എന്തുകൊണ്ടാണ് ഈ പേര് ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, ഈ പ്രവൃത്തിക്ക് സമാനമായ പ്രവൃത്തിയാണ് ഈ സഭയ്ക്കകത്ത് ഈ സ്ത്രീയിൽ കൂടെ, ഈ വ്യക്തിയിൽ കൂടെ അവിടെ നടക്കുന്നത്. നമ്മൾ ഈ ചില സമാനമായ പ്രവൃത്തി ചെയ്യുന്നവരെ പേരിട്ട് വിളിക്കാറില്ലേ എന്ന് പറയുന്നത് പോലെ. സ്തോത്രം. അപ്പോൾ ഇവളെ കുറിച്ച് പറയുക, ഇവളുടെ പ്രവൃത്തി അപ്രകാരമായിരുന്നു. എന്തൊക്കെയാണ് അവളെ കുറിച്ച് പറയുന്നത്? ആരാണ് ഇസബേൽ? ഷീസ് എ സെൽഫ് പ്രൊക്ലൈം പ്രൊഫറ്റസ്. സ്വന്തമായിട്ട് പ്രവാചകി എന്ന് അഭിനയിച്ച് സഭയ്ക്കകത്ത് പ്രവചിക്കുന്ന ഒരു സ്ത്രീ. സ്തോത്രം. എന്നിട്ട് പറയാ, അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നു, she is a false teacher. തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവൾ. 3 പറഞ്ഞിരിക്കുന്നു, മിസ്ലീഡ് അതേഴ്സ് ഇൻ ടു സ്പിരിച്വൽ കോംപ്രമൈസ്. അതിലേക്ക് വരുന്നുണ്ട് ഞാൻ. ഇവളുടെ കാര്യങ്ങൾ അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രവാചക ഒരുത്തിയുണ്ട്. അപ്രകാരം പഴയ നിയമത്തിലെ ആഹാബിൻ്റെ ഭാര്യയായ ഇസബേലിൻ്റെ പേരിൽ അതുകൊണ്ടായിരിക്കാം വിളിച്ചത്. പക്ഷേ ഇവിടെ ചെയ്യുന്നത് ദുർനടപ്പിൻ്റെ പ്രതീകമായ ഒരു സ്ത്രീ ആയിരുന്നു ഈ ഇസബേൽ. ഇവിടെ യേശു ഇസബേൽ എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് ചില ദുർനടപ്പാണ്, ദൈവഗതമല്ലാത്ത ചില ബന്ധങ്ങളാണ്, ദൈവഗതമല്ലാത്ത ചില പ്രവർത്തികളാണ് ഇവിടെ കർത്താവ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ സ്തോത്രം, ഇവൾ പ്രദാനം ചെയ്യുന്നത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സഭയോടുള്ള ബന്ധത്തിൽ. ഒന്ന്, ദ ഫോൾസ് ടീച്ചിങ്. നമ്പർ 2, ഇമ്മോറാലിറ്റി. അധാർമികതയും തെറ്റായ പഠിപ്പീരും തെറ്റായ പ്രവചനവും. ഇത് അതിനേക്കാൾ ഉപരി കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൾക്ക് ചില സ്വാധീന ശക്തി ഉണ്ടായിരുന്നു. ചിലർ സ്വാധീനിക്കാൻ ഒരു പ്രത്യേക കഴിവ് ഈ സ്ത്രീക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ പേരെ ഇവൾ സ്വാധീനിച്ചിട്ട് ഇവൾ ഈ ടീച്ചിങ് അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. എന്താ ടീച്ചിങ് എന്നറിയാമോ? കോംപ്രമൈസിങ് ടീച്ചിങ്. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കോംപ്രമൈസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. മിസ്ലീഡ് അതേഴ്സ് ടു സ്പിരിച്വൽ. സഭയിലുള്ള പുതുതായിട്ട് വന്ന വിശ്വാസികളുണ്ട്, പുതുതായിട്ട് വന്ന ജാതീയ മണ്ഡലത്തിൽ വന്നവരുണ്ട്. പക്ഷെ അവരെ തെറ്റായ ഉപദേശം, എന്താ തെറ്റായ ഉപദേശം എന്ന് പഠിപ്പിച്ചത്? കോംപ്രമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നീ പബ്ബിൽ പോണെങ്കിൽ പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല, നീ ഇവിടെ വന്നാൽ മതി. നീ വേണ്ടാത്തെല്ലാം കാണിച്ചോ, കുഴപ്പമില്ല, ഇവിടെ വന്നാൽ മതി. സോ കോംപ്രമൈസ് ചെയ്യുക. ഏതിനെയും, എല്ലാ തെറ്റിനെയും ന്യായീകരിക്കുന്ന തലത്തിലേക്ക് ഈ ഇസബേൽ സഭയെ മിസ്ലീഡ് ചെയ്യാൻ തുടങ്ങി. കോംപ്രമൈസ് ചെയ്യുക. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഇവിടെ സ്തോത്രം, വിഗ്രഹാരം അർപ്പണം തിന്നരുത്, ദേവന്റെ മുന്നേ നമസ്കരിക്കരുത്, അധാർമികമായ ബന്ധങ്ങളിൽ ഏർപ്പെടരുതെന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ഇവൾ സഭയ്ക്കകത്തേക്ക് കയറി സ്വാധീനിച്ചിട്ട് ഇവൾ പറയുക, ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറയത്തില്ലയോ ചില കാര്യങ്ങൾ, ദാറ്റ്സ് ഫൈൻ, വാട്ട്സ് റോങ് ചോദിക്കത്തില്ലേ? അതിനെന്ത് തെറ്റെന്തുവാ? അത് ഒന്നല്ല ചെയ്തോളൂ, അത് വലിയ കാര്യമാണോ? കോംപ്രമൈസ്. അത് കുഞ്ഞുങ്ങൾ മാത്രം പറയണം, നമുക്കുണ്ട് കോംപ്രമൈസ്. നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യല്ലേ? ശ്രദ്ധിക്കണം. കർത്താവ് നോക്കുന്ന അഗ്നിജ്വാലയ്ക്കുള്ള കർത്താവ് പറയുക, ഇസബേൽ അവൾ സഭയെ കോംപ്രമൈസ് ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ അർത്ഥമാക്കുന്നത്, താൻ നേരത്തെ പറഞ്ഞതായ സംഘടനകളിൽ ചേർന്ന്
ദുർനടപ്പും വിഗ്രഹാർപ്പതവും അവരുടെ കൾച്ചറുമായി ഇഴുകിച്ചേരാമെന്ന് ഇവൾ സഭയെ പഠിപ്പിക്കുക. എന്നിട്ട് അവളോട് പറയുക, സ്തോത്രം, അപ്പോൾ ഇത് പ്രവർത്തിച്ചു എന്നതിനേക്കാൾ ഉപരി ഇവിടെ പ്രശ്നം എന്തറിയാമോ? സഭ ഇവളെ അനുവദിച്ചു എന്നൊരു കുറവ്. അങ്ങനെയല്ലേ എടുത്ത് പറഞ്ഞിരിക്കുന്നത്? ഇസബേൽ എന്ന സ്ത്രീയെ അനുവദിക്കുന്നു എന്നൊരു നീ സഭയോട് പറയാ ഇങ്ങനെയുള്ള പ്രവൃത്തിയെ എന്ത് ചെയ്തിരിക്കുന്നു സഭ. ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. സ്തോത്രം, നമുക്ക് പാഠമാണ്. ഇന്നത്തെ സഭകൾക്ക് പാഠമാണ്. എല്ലാ വേണ്ടാതനവും എല്ലാം കാണിച്ചിട്ട് സഭയ്ക്കകത്ത് വന്ന് എന്തും ചെയ്യാമെന്ന് പറയുന്ന, കോംപ്രമൈസ് ചെയ്യുന്ന ഒരു മണ്ഡലത്തിലേക്ക് പലപ്പോഴും സഭകൾ മാറിക്കൊണ്ടിരിക്കുക. ഏത് വൃത്തികേടുകളും കാണിച്ചിട്ട്, എങ്ങനെയും ജീവിച്ചിട്ട്, ലോകപരമായി നീങ്ങിയിട്ട്, എല്ലാ കൾച്ചറാണെന്ന് പറഞ്ഞ് എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്തിട്ട് സഭയ്ക്കായിട്ട് വന്ന് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു മണ്ഡലം സഭ. ഇതിനെ തുയത്തിര സഭ അനുവദിച്ചു. അതൊരു കുറവായിട്ടാണ് കർത്താവ് കണ്ടെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന ദൈവസഭ ഇക്കൊരു വാണിംഗ് ആയത്. യോഗ്യമല്ലാത്തതിനെ അനുവദിക്കരുത് സഭയ്ക്കകത്ത്. കർത്താവ് നോക്കിയത് എന്താണെന്നറിയാമോ? തുയത്തേര സഭയിൽ 500 പേരുണ്ടെന്നല്ല കർത്താവ് നോക്കിയേ. സഭയ്ക്കകത്ത് ആളിനെയല്ല കർത്താവ് നോക്കിയേ. കർത്താവ് നോക്കിയത് സഭയുടെ കുറവാ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് ആവശ്യം നമ്പരല്ല, കർത്താവിന് ആവശ്യം ക്വാളിറ്റിയാ. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്പര. ഒരാൾ പോയാൽ അയ്യോ കർത്താവ് പോയല്ലോ. സ്തോത്രം, ദൈവസഭയ്ക്ക് യോഗ്യമല്ലാത്ത പ്രവൃത്തിയെ സഭയ്ക്കകത്ത് നടത്തിപ്പിക്കരുത്. കോംപ്രമൈസ് പാടില്ല. സ്തോത്രം, അതിനെ എതിർത്താൽ, ഞാൻ 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ പലപ്പോഴും പലതിലും സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ കുറേ പേര് എപ്പോഴും ഉണ്ടാകും. അവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ എപ്പോഴും കുറേ പേരുണ്ടാകും. ഇവിടെ അതാ സംഭവിച്ചത്. ഈസബേലിനോട് കയർന്ന് നിൽക്കുന്ന കുറേ പേര്. കർത്താവ് തൻ്റെ അഗ്നി ജ്വാലയ്ക്കുള്ളവൻ കണ്ണുണ്ട് നോക്കിയിട്ട് പറയുക, സ്തോത്രം, ഇതിനെ സഭ അനുവദിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാര്യം പറയാം, ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായി കണ്ടത് എന്താറിയാമോ? അവളുടെ ദുർനടപ്പ. അവിടെ എടുത്തു പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? എങ്കിലും താൻ പ്രവാചകൻ എന്ന് പറഞ്ഞു ദുർനടപ്പാചരിക്കുന്ന വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കും. ശ്രദ്ധിക്കണേ, ഇതിന് സഭയ്ക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ദുർനടപ്പ്. കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദുർനടപ്പ് ചെയ്യുന്നവനെ എന്ത് ചെയ്യണമെന്നാ എന്താ പറഞ്ഞിരിക്കുന്നത്? വായിച്ചേ. ദുർനടപ്പ്, അത് സ്തോത്രം, കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ സ്തോത്രം 5:11 എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ടക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവരോട് ഭക്ഷണം കഴിക്ക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. കണ്ടോ സഭയോട് പറയുന്ന ദൂത്? കണ്ടോ? സ്തോത്രം. അങ്ങനെയുള്ളവരെ കോംപ്രമൈസ് ചെയ്ത് അകത്തോട്ട് കയറ്റാനുള്ളതല്ല ദൈവസഭ. ദൂത് കർശനമാണെന്ന് എനിക്കറിയാം, പക്ഷേ ദിസ് ഈസ് വാട്ട് ഗോഡ് ഈസ് സീയിങ്. കർത്താവ് കാണുന്നതാ. ദൈവമക്കളെ, ഇവിടെ കുറെ അനുഗ്രഹം പ്രസംഗിക്കാനല്ല നമ്മളായിരിക്കുന്നേ. ശുദ്ധീകരിക്കപ്പെടണം, കർത്താവിൻ്റെ വരവിൽ കാണപ്പെടണം. ഹല്ലേലൂയ. ഇവിടെ പറയാ ദുർനടപ്പുകാരനെ അകറ്റി മാറ്റ്. സ്തോത്രം. ദുർനടപ്പ് സഭയ്ക്കകത്ത് പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് പറയാ 21-ാം വാക്യം, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. മതി. ശ്രദ്ധിച്ചേ, മറ്റൊരു ഭാഗത്ത് പറയുന്നത് അങ്ങനെയുള്ളവനെ പിശാചിനെ ഏൽപ്പിക്കണമെന്നാണ് പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവനെ നീ പിശാചിനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? നീ സ്തോത്ര സഭയ്ക്കകത്ത് നിൽക്കുന്നിടം വരെ കർത്താവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ്റെ വലയം നിൻ്റെ കുടുംബത്തിനകത്തുണ്ട്, നിൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ നീ മാനസാന്തരപ്പെടാൻ തയ്യാറായില്ലെങ്കിൽ, അവിടെ പറയുക, എന്നിട്ടും മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തിട്ടും അതിന് തയ്യാറായെങ്കിൽ ഗീവ് ഇൻ ടു ദ ഡെവിൾ. പിശാചിന് വിട്ടുകൊടുക്കവനെ. എന്തിനാണെന്നറിയാമോ? അവൻ കയറി പ്രവർത്തിക്കട്ടെ. പിശാച് കയറിയാൽ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. അത് കുടുംബത്തിനകത്തായാലും വ്യക്തി ജീവിതത്തിലായാലും. മനസ്സിലാക്കണം, ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ കണ്ടിന്യൂ ചെയ്താൽ കർത്താവ് നമ്മുടെ വേലി പൊളിക്കും. അത് വ്യക്തി ജീവിതത്തിൻ്റെ ആയാലും കുടുംബത്തിൻ്റെ ആയാലും സഭയുടെ ആയാലും. കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല.
കർത്താവ് വേലി, നമ്മളൊക്കെ നിൽക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണാത്തൊരു സർക്കിൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. നിൻ്റെ ദൃശ്യ കണ്ണുകൊണ്ട് കാണാത്തൊരു ദൂതഗണത്തിൻ്റെ വലയം നിൻ്റെ ചുറ്റിലുമുണ്ട്. നീ കാണുന്നില്ല. നീ വാഹനം ഓടിക്കുമ്പോഴുണ്ടല്ലോ, അല്ല സ്തോത്രം, നിൻ്റെ വാഹനത്തെ ചുറ്റി നിൻ്റെ കൂടെ വരുന്നൊരു സർക്കിൾ ഉണ്ടല്ലോ, ഒരു വലയം. ദൈവദൂതഗണത്തിൻ്റെ വലയമാണ്. അതിനകത്തൂടെ നീ യാത്ര ചെയ്യുന്നേ. എന്നാൽ സ്തോത്രം, ദൈവ വഴി വിട്ടു പോയാൽ, ആ വേലി പൊളിച്ചാൽ, ഹല്ലേലൂയ, അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയത്തില്ല. ഇവിടെ ദുർനടപ്പാചരിക്കുന്ന ഇസബേൽ, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. സ്തോത്രം. എന്നിട്ട് പറയാ, അവൾക്ക് മാനസാന്തരപ്പെടുവാൻ തെറ്റ് ഇത്ര വലുതായിരുന്നിട്ടും കർത്താവ് അവസരം കൊടുത്തു. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും കർത്താവ് അവസരം കൊടുത്തു. എന്നിട്ട് കർത്താവ് പറയുക, എന്നിട്ടും ഇവക്ക് എന്ത് പറ്റിയില്ല? ഇവക്ക് എന്തിനില്ലായിരുന്നോ? മാനസാന്തരപ്പെടാൻ മനസ്സില്ലായിരുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ്, ദൈവമക്കളെ, ഈ കേൾക്കുന്ന ദൂതുകൾ എവിടെയെങ്കിലും മാനസാന്തരപ്പെടാനുള്ളതാ. ഇറ്റ് മേ ബി എ ലാസ്റ്റ് മെസ്സേജ്, വി ഡു നോട്ട് നോ. പക്ഷെ മാനസാന്തരപ്പെടേണ്ടടുത്ത് മാനസാന്തരപ്പെടണം, മടങ്ങി വരേണ്ടടുത്ത് മടങ്ങി വരണം, ക്ഷമ ചോദിക്കേണ്ടത് ക്ഷമ ചോദിക്കണം. ഇവിടെ കർത്താവ് പറയും, ഞാൻ അവർക്ക് അവസരം കൊടുത്തു. ഒരു പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ ദൂതായി വിളിച്ച് പറയാം, ഇറ്റ് മേ ബി യുവർ ലാസ്റ്റ് ചാൻസ്. വി ഡു നോട്ട് നോ, ഈവൻ ഇൻക്ലൂഡിങ് മീ. നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കാം. അവസരം കർത്താവ് ഇന്നും കൂടെ തന്നിട്ടുണ്ട്. മാനസാന്തരപ്പെടണം, മടങ്ങി വരണം, ഏറ്റുപറയണം. സ്തോത്രം. എന്നിട്ടും അവർക്ക് മനസ്സിലായില്ല. ഇനി അടുത്ത ശിക്ഷണത്തിലേക്ക് പോവുക കർത്താവ്. ഹല്ലേലൂയ. വായിച്ച അടുത്ത ഭാഗം. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. മതി, ശ്രദ്ധിച്ചേ. ഇവിടെ 3 നിലയിലുള്ള ശിക്ഷണ നടപടിയാണ് കർത്താവ് സ്വീകരിക്കുന്നത്. 1, വ്യക്തിപരമായ ശിക്ഷണം. 2, അവളുമായി ചേർന്ന് നിൽക്കുന്നവരുടെ ശിക്ഷണം. 3, അവളുടെ തലമുറയോടുള്ള ശിക്ഷണം. ശ്രദ്ധിച്ചേ, കർത്താവ് കണ്ണടച്ചിരിക്കുന്ന ദൈവമാണെന്ന് ചിന്തിക്കരുത്. ഇത് പുതിയ നിയമത്തിലെ ചരിത്രമായി പറയുന്നത്. സ്തോത്രം. ഇവിടെ പറയുക, 3, ഞാൻ അവളെ ശിക്ഷിക്കാൻ പോയ, കാരണം അവസരം കൊടുത്തു, പക്ഷേ മാനസാന്തരപ്പെടാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയൂ, ഞാൻ അവളെ എന്ത് ചെയ്യുന്ന? കിടപ്പിലും. ഞാൻ അവളെ വലിയ കിടപ്പിലാക്കും. ഐ വിൽ കാസ്റ്റ് ഇൻ ടു ഹർ സിക്നെസ്. അവളെ കിടപ്പിലാക്കും. ഹല്ലേലൂയ. അവിടെ കാണാൻ കഴിയുന്നത്, സ്തോത്രം, ദൈവത്തിൻ്റെ ഹാൻഡ്സ് ഓഫ് സൺ ഓഫ് ഗാഡ് വിൽ ബി ഹെവി ഓൺ ദം. അവരുടെ മേളിൽ ദൈവത്തിൻ്റെ കരം എന്തായിത്തീരും? ഭാരമായിത്തീരും. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ വളരെ ഭയത്തോടെ ചിടക്കും. കർത്താവിൻ്റെ കരം നമ്മുടെ മേൽ ഭാരമായാലുണ്ടല്ലോ, വി കനോട്ട് സ്റ്റാൻഡ് അപ്പ്. നിൽക്കാൻ കഴിയത്തില്ല. പിന്നെ ഇവിടെ സഭയെ നോക്കി കർത്താവ് പറയാം, അവളെ നോക്കി കർത്താവ് പറയാ, അവൾക്ക് മാനസാന്തരപ്പെടാൻ ഞാൻ അവസരം കൊടുത്തില്ല. എൻ്റെ കരം അവക്കടെ മേൽ ഭാരമായി തീരാൻ പോകുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവളെ കിടപ്പിലാക്കും. രോഗികൾ, അത് പല മണ്ഡലങ്ങളുണ്ട്, ഏത് നിലയിൽ നമുക്കറിയത്തില്ല. പക്ഷെ കർത്താവിൻ്റെ കരം തൊട്ടാൽ പിന്നെ ലോക വൈദ്യന് നിന്നെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ലോകത്തിന് സൗഖ്യമാക്കാൻ പറ്റാത്ത അവസ്ഥ കർത്താവിൻ്റെ കരം തൊട്ടിട്ട് രോഗിയായി തീർന്നവരുണ്ട്. എല്ലാ രോഗത്തെ അല്ല ഞാൻ പറയുന്നത്, എല്ലാ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുമെന്ന് ഞാൻ പറയത്തില്ല. കർത്താവ് കരം തൊട്ട് നമ്മെ രോഗിയാക്കിയാൽ അതിന്ന് വിടിവിപ്പാൻ ആരും, പിന്നെ കർത്താവ് നമ്മെ പ്രാർത്ഥിക്കാൻ പോകുന്നവരാ കുഴപ്പപ്പാരാകുന്നത്. അങ്ങനെ വരുന്ന രോഗമുണ്ട്. സ്തോത്രം. എല്ലാ രോഗവും അല്ല ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കണേ, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. പക്ഷേ കർത്താവ് അതുകൊണ്ടാണ് സ്തോത്രം 1 കൊരിന്ത്യർക്ക് ലേഖനം തിരുമേശയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ചിലർ രോഗികളായിത്തീരും. ഇതൊക്കെ കർത്താവിൻ്റെ കരം തൊടുന്ന രോഗമാണ്. ആര് പ്രാർത്ഥിച്ചാലും സൗഖ്യമാകത്തില്ല. അണ്ടിൽ അൺലെസ് അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നിടം വരെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവളോട് പറയാ, ഞാൻ രോഗിയാക്കും. ഹല്ലേലൂയ. അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ. അവളുമായിട്ട് വ്യഭിചരിക്കുന്നവരെ, അപ്പോൾ അവിടെയും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നടക്കുമ്പോൾ തന്നെ, സഭയ്ക്കകത്തായിരിക്കുമ്പോൾ തന്നെ പറയുക, അവളുമായി വ്യഭിചരിക്കുന്ന ചിലർ, ഞാൻ അവരെ തൊടും. 1, എവളെ ഞാൻ തൊടും. 2, അവളുമായി വ്യഭിചരിക്കുന്നവരെ ഞാൻ തൊടും. എന്നിട്ട് വലിയ കഷ്ടതയിലുമാക്കും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഓക്കെ. ഞാൻ ഉൾപ്പുകളെയും നിലവുകളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ചിലതൊക്കെ കർത്താവ് അറിയിക്കാൻ പോവുക. ഞാൻ ആരാണെന്ന് കർത്താവ് വെളിപ്പെടുത്തും. ഭയത്തോടെയാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കർത്താവ് വെളിപ്പെടുത്തും, സഭയിൽ വെളിപ്പെടുത്തും, ദേശത്ത് ദൈവം വെളിപ്പെടുത്തും.
ഹല്ലേലൂയ. ഞാൻ ആരാണ്? ഞാൻ ന്യായം വിധിക്കുന്നൊരു ദൈവമാണെന്ന് ദൈവം വെളിപ്പെടുത്തും. കളി ദൈവത്തിൻ്റെ ഇരിക്കാൻ നടക്കത്തില്ല, കപ്പടം ദൈവത്തിൻ്റെ ഇരിക്കാൻ നടക്കത്തില്ല. ഒരു പരിധി വരെയൊക്കെ ദൈവത്തെ മറയ്ക്കാം, പക്ഷേ ഒരു കാലത്ത് വെളിപ്പെട്ട് വരും. അവൻ വെളിപ്പെടുത്തും മാത്രമല്ല, നമ്മൾ കീറിക്കളയും. അതാ ദൈവത്തിന്റെ വചനം. ഓക്കെ, എന്നിട്ട് വായിച്ചോ. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. മതി ശ്രദ്ധിച്ചേ. ഇവിടെ പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ ചെയ്യും. ഹൃദയ രഹസ്യങ്ങളെ അറിയുന്നൊരു ദൈവം. കർത്താവിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. എത്ര മറച്ചാലും മറയ്ക്കാൻ പറ്റാത്ത കണ്ണുള്ള, നമ്മൾ ചിന്തിച്ചു, ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒത്തിരി വാക്യങ്ങൾ അതിനുള്ള ബന്ധത്തോടെ ഞാൻ ഇതിലെടുക്കുന്നില്ല. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം നമ്മൾ ചിന്തിപ്പേടയായി ഒത്തിരി വാക്യങ്ങളുണ്ട്. കർത്താവ് ഓരോരുത്തരെയും പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് പകരം ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം ഓർത്തോണം. എന്നിട്ട് പറയാം, സാത്താൻ്റെ ആഴങ്ങൾ. എന്താണ് ഈ സാത്താൻ്റെ ആഴങ്ങൾ? ഈ സാത്താൻ്റെ ആഴങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ 3-4 കാര്യങ്ങൾ പറഞ്ഞത്. വാട്ട് ദ ഡീപ് തിങ്സ് ഓഫ് സൈറ്റൻ. നമ്പർ 1, ഡിസെപ്ഷൻ. ചതി. ആദ്യം എങ്ങനെ പാപം കയറിയേ? ചതി. നമ്പർ 2, ഞാൻ വിവരിക്കുന്നില്ല. 2, ഡിസയർ ടു ഫിറ്റ് in with the culture. See, that's a devil strategy. Children, listen carefully. When you are forced to adapt to the culture, എല്ലാ കൾച്ചറെ അഡാപ്റ്റ് ചെയ്യാൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായിട്ടുള്ള ഇവിടുത്തെ ഉണ്ടല്ലോ ഒത്തിരി കൾച്ചർ, എവരിത്തിങ് ഓക്കെ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇവിടുത്തെ ബാഡ് ലാംഗ്വേജസ് ഉണ്ടല്ലോ. വെൻ യു ആർ തിങ്കിങ് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ കൾച്ചർ, ഇറ്റ്സ് എ ഡെവിളിക് സ്ട്രാറ്റജി. യു നീഡ് ടു ബി കെയർഫുൾ. നമ്മൾ ശ്രദ്ധിക്കണം. അത് പിശാചിൻ്റെ ഒരു ഡീപ്പ് തിങ് ആണ്. എന്നിട്ട് അടുത്ത, ഫെയിലിയർ ടു റൈറ്റ്ലി ഡിഫൈൻ സിൻ. വി ഷുഡൻ കോൾ ഇറ്റ് വീക്ക്നെസ്. ഓർ നമ്മൾ പറയും നമ്മുടെ പാപത്തെ നിസ്സാരമായി കാണുന്ന മനോഭാവം. നമ്മളതിനെ പറയും ബലഹീനത പറ്റിപ്പോയി, അല്ലേ? നമുക്കൊരു വാക്കുണ്ടല്ലോ, വിശുദ്ധ വാക്ക്. എന്താ? ബലഹീനത. ബലഹീനതയെക്കാളും പാപാന്നങ്ങ് പറയണം. എന്തിനാ ബലഹീനത പറയുന്നത്? ഞാൻ പാപം ചെയ്തു പോയി. സ്തോത്രം. എന്നിട്ട് അതിനെ പല നിലയിൽ വ്യാഖ്യാനില്ല. എന്നിട്ട് ഡിസ്ട്രാക്ഷൻ അറിയാമല്ലോ. വചനത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ആരാധനയിൽ നിന്നും നിന്നെ ഏതിലേക്കൊക്കെ മൈൻഡ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ ചതിയാണ്. തിരിച്ചറിയണം. ഇതിനകത്തിരിക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ പോയില്ലയോ? എവിടെയൊക്കെ പോയി? വീട്ടിൽ പോയി, ജോലിയിൽ പോയി, ഇതിൻ്റെ ഇടയിൽ സ്കൂളിൽ പോയി, കൂട്ടുകാരുടെ ഒരിക്കൽ പോയി, ഗ്രൗണ്ടിൽ പോയി, എവിടെയെല്ലാം പോയി നമ്മൾ, അല്ലേ? ചിരിക്കണ്ട, എനിക്കറിയാം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ സഞ്ചരിച്ചിട്ട് വരിക. ഇതാരുടെ സ്ട്രാറ്റജിയാണെന്നറിയാമോ? നീ വചനം കേൾക്കരുത്, ഇതൊന്നും അകത്തോട്ട് കയറരുത്. നീ കയറിയ മാനസാന്തരപ്പെടുന്ന പിശാചിനറിയാം. ഹിസ് സ്ട്രാറ്റജി. ഓക്കെ, സ്തോത്രം. എന്നിട്ട് അടുത്തത് ഡൈലൂഷൻ. എന്തുവാ? മായം ചേർത്തുള്ള പരിപാടി. ഒത്തിരി കാര്യങ്ങളുണ്ട് പറയേണ്ടത്. ഇതെല്ലാം പിശാചിൻ്റെ സ്ട്രാറ്റജിയാണ്. ഇതെല്ലാം കർത്താവ് നോക്കിയിട്ട് പറയും. എന്നിട്ട് അവസാനം കർത്താവ് ഇത്രയും തൂത് പറഞ്ഞിട്ട് എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട് അവരുടെ റിവാർഡ് എന്താണ്? എന്നാൽ വായിച്ചോ. എന്നാൽ ഈ ഉപദേശം വാക്ക് ശ്രദ്ധിക്കണേ. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെ അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും. ശ്രദ്ധിക്കണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരോടും അല്ലെന്ന്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുമ്പോഴും കർത്താവ് പറയാ, ഇത് അംഗീകരിക്കാത്ത, ഈ പിശാചിന്റെ കാര്യങ്ങളെ ഉൾക്കൊള്ളാത്ത ശേഷം അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ശേഷം കുറച്ച് ശേഷിപ്പ് ഇതിനകത്തുണ്ട്. അവരോട് കർത്താവ് പറയുന്നു. അവരോടാ കർത്താവ് ദൂത് പറയുന്നത്. പ്രതിഫലം വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ, ഇനി നിങ്ങളുടെ മേലൊരു ഭാരം. കാരണം നിങ്ങൾ ആവശ്യത്തിന് സഹിക്കുന്നുണ്ട്. എവിടുന്നാ? ഈ ഇസബേലിൽ കൂടെയും ഈ കൂട്ടുകെട്ടിൽ കൂടെയും ഈ കാര്യങ്ങളിൽ കൂടെ നീ സഹിക്കുന്നുണ്ട്. ഇനി ഒരു ഭാരം ഞാൻ തരുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ. എങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ. ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ പറയാം, കർത്താവ് വരും വരെ ചിലതൊക്കെ പിടിച്ചോണം. നിന്റെ ക്രീഡം നഷ്ടപ്പെടാതിരിക്കാൻ ചിലതൊക്കെ പിടിച്ചോണം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന ജീവിതത്തെ മുറുകെ പിടിക്കണം. നിന്റെ ഉപവാസത്തെ മുറുകെ പിടിക്കണം. നിന്റെ ആരാധനയെ മുറുകെ പിടിക്കണം. നിന്റെ വിശുദ്ധ ജീവിതത്തെ മുറുകെ പിടിക്കണം.
ചിലതൊക്കെ പിടിച്ചുകൊണ്ടാൽ വായിച്ചോ, ജയിക്കുകയും ആ ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അതിന്റെ 26, 27, 28 വാക്യങ്ങളിലാണ് സ്തോത്രം അവർക്കുള്ള പ്രതിഫലം പറയുന്നത്. 25-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ. അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രകാശം, അവർക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാട്, അവർക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശം വിട്ടുകളയരുത്, ഡയലൂട്ട് ചെയ്യരുത്, അതിന്ന് മാറിപ്പോകരുത്. പിശാചിന്റെ ദുർനടപ്പിനകത്തേക്ക് നീ കയറരുത്. നീ പിടിച്ചോണം. ഇതിനകത്തിരിക്കുന്ന സഭയോട് ഞാൻ പറയാം, നിനക്ക് ലഭിച്ചൊരു വെളിപ്പാടുണ്ടെങ്കിൽ മുറുകെ പിടിച്ചോണം. നിനക്ക് ലഭിച്ചൊരു ഉപദേശം ഉണ്ടെങ്കിൽ മുറുകെ പിടിച്ചോണം. ഈ വചനത്തെ നീ മുറുകെ പിടിച്ചോണം. ഇതിനെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ. അവിടെ ഇവിടെ വന്ന് ഇതൊക്കെ ഓക്കെയാണെന്ന് പറയുമ്പോൾ നിനക്ക് ലഭിച്ച ഒരു ഉപദേശമുണ്ടല്ലോ, നിനക്ക് ലഭിച്ച ഒരു ഉപദേശം, നിനക്ക് ലഭിച്ച ഒരു വെളിപ്പാടുണ്ടല്ലോ, അതിനെ കോംപ്രമൈസ് ചെയ്യരുതെന്നാ കർത്താവ് പറയുന്നത്. പിടിച്ചോണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഞാൻ അവർക്കൊരു പ്രതിഫലം തരുന്നു. എല്ലാവർക്കും അല്ല കേട്ടോ, അവിടെ ഇരിക്കുന്ന യുസബേലിനല്ല പറയുന്നേ, ശേഷിക്കുന്ന ഒരു ജനത്തിന് ഞാനൊരു പ്രതിഫലം തരും. എന്താ പ്രതിഫലം? ജാതികളുടെ മേൽ ഞാൻ അവർക്ക് അധികാരം കൊടുക്കും, അവരെ വാഴുവാനുള്ള ഒരു അധികാരം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, വചനം മുറുകെ പിടിക്കുന്ന ജനത്തിനൊരു അധികാരമുണ്ട്. കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ശേഷിപ്പിനൊരു അധികാരമുണ്ട്. കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ജനത്തിനൊരു അധികാരമുണ്ട്. നമുക്ക് ചിലതിനെ വാഴാനൊരു അധികാരം. ആമേൻ. ഇന്ന് പകൽക്കാലം പറ, നമുക്ക് വാഴാനൊരു അധികാരം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ അധികാരമുണ്ട്? കർത്താവ് നമുക്ക് തന്നിരിക്കുക, അല്ലെ, ജയിക്കുന്നവന് ഞാനൊരു അധികാരം കൊടുക്കും. ഇന്ന് പകൽക്കാലം നമുക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമുണ്ട്, ചിലതിൻ്റെ മേലൊരു അധികാരം. ആമേൻ. ഓക്കെ. എന്നിട്ട് പറയുന്നു, അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. അത് കൂടാതെ ഞാൻ അവന് ഉദയ നക്ഷത്രം കൊടുക്കും. എന്താ ഉദയ നക്ഷത്രം? ഹൂ ഇസ് ദ മോർണിംഗ് സ്റ്റാർ? ഹൂ ഇസ് ദ മോർണിംഗ് സ്റ്റാർ? ആരാണ്? ജീസസ് ഈസ് ദ മോർണിംഗ് സ്റ്റാർ. യേശുവാണ് ഉദയ നക്ഷത്രം. കർത്താവ് പറയാ, ഞാൻ എന്നെ തന്നെ അങ്ങ് നിനക്ക് തരാൻ പോവുക. ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ നിനക്ക്. ഇതിപ്പരം പ്രതിഫലം എന്താ വേണ്ടുന്നേ? വിശ്വസ്തയോട് നിന്നാൽ കർത്താവ് പറയും, ഞാൻ എന്നെ തന്നെ അങ്ങ് തരിക. ഹല്ലേലൂയ. സ്നേഹിക്കുന്ന ഒരു ഭാര്യ പറയത്തില്ലയോ, ഞാൻ എന്നെ തന്നെ തരിക. ഭർത്താവ് പറയത്തില്ലേ, ഞാൻ എന്നെ തന്നെ തരിക എന്ന് പറയുന്ന പോലെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോട് നിന്ന സഭയോട് കർത്താവ് അറിയാ, എൻ്റെ പ്രതിഫലം ഞാൻ എന്നെ തന്നെ നിനക്ക് തരിക. ഇന്ന് പകൽക്കാലം കണ്ണുകളടയട്ടെ. ഹല്ലേലൂയ. ദൈവ വഴി വിട്ട് എവിടെയെങ്കിലും നീ ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവ വഴി വിട്ട് ദൈവത്തിന് പ്രസാദകരമല്ലാത്ത ഏതെങ്കിലും ഹല്ലേലൂയ മണ്ഡലത്തിൽ നിന്റെ കാലുകൾ ചെന്നുപെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവൻ ചെന്നുപെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ ചിന്തകൾ ചെന്നുപെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം മടങ്ങി വരാൻ ദൈവത്തിന്റെ ആത്മാവ്, മാനസാന്തരപ്പെടാൻ ദൈവത്തിന്റെ ആത്മാവ്. നമ്മൾ ആരും വിശുദ്ധരായിട്ടല്ല, എവിടെയെങ്കിലും ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്ന് ശോധന ചെയ്തേ. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് അഗ്നിജ്വാലയ്ക്ക് തക്കവണ്ണം കണ്ണുള്ളവൻ, അല്ല, നിന്റെ ഹൃദയത്തിന്റെ ഉൾപ്പുകളെ ആരായുമ്പോൾ, അല്ല, നിന്റെ ചിന്തകളെ ആരായുമ്പോൾ, നീ മറച്ചു വെച്ചിട്ട് പ്രവർത്തിച്ച ചില പ്രവർത്തികൾ, അല്ല, ദൈവമല്ല, മറ്റാരും കാണാതെ, മറ്റാരും അറിയാതെ, മറ്റാരും കാണുന്നില്ല എന്ന് ചിന്തിച്ച് നീ ചെയ്തു കൂട്ടിയ ചില ചെയ്തികളൊക്കെ കാണുന്നൊരു കർത്താവ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെടാൻ ഒരു അവസരം സഭയ്ക്ക് ദൈവം നൽകുക. നമുക്ക് ഓരോരുത്തർക്കും മടങ്ങി വന്നാൽ ഒരു പ്രതിഫലം തരും. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് വെറുതെ അല്ല പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. നിന്റെ പ്രതിഫലം നഷ്ടപ്പെടുക. മറ്റ് രേഖകൾ പറയുന്ന പോലെ, ഞാൻ നിനക്ക് ജീവകിരീടം തരും. അതിപ്പോൾ കിട്ടുന്നതല്ല, നിത്യതയിൽ കിട്ടുന്നതാ. നീ വിശ്വസ്തയോടെ നിന്നാൽ കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല. നിനക്കൊരു റിവാർഡുണ്ട്. ഹല്ലേലൂയ. ഇതിൻ്റെ മധ്യത്തിൽ, യൂസബേൽ ജീവിക്കുന്നതിൻ്റെ മധ്യത്തിൽ, അല്ലെ, തുയത്തേര സഭയുടെ മധ്യത്തിൽ, അല്ലെ, ഒത്തിരി ചലഞ്ചസ് ഉള്ളതിൻ്റെ മധ്യത്തിൽ നീ കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് നിന്നെ മാനിക്കും, കർത്താവ് നിന്നെ ഉയർത്തും. ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളുടെ നിമിഷം അടഞ്ഞ്, കർത്താവ് യഥാർത്ഥമായി എന്നെ തന്നെ ഇന്നൊന്ന് ശോധന ചെയ്യുവാൻ. ഇതൊരു ശുദ്ധീകരണ മണ്ഡലത്തിലേക്കാണ് ഞാൻ നയിക്കുന്നത്. അതിൽ വലിയ കുറേ അനുഗ്രഹമല്ല, ഞാൻ ഓർപ്പിച്ചല്ലോ, ഇറ്റ്സ് നോട്ട് ദ മെറ്റീരിയലിസ്റ്റ് ബ്ലെസ്സിങ്, ബട്ട് ഇറ്റ് ഈസ് ഒരു സ്ക്രീനിങ് ആണ് ഇന്ന് പകൽക്കാലം കർത്താവ് നോക്കുന്നത്. തുയത്തര സഭയിലേക്ക് അഗ്നിജ്വാലത്തക്കവണ്ണം കണ്ണുള്ളവൻ നോക്കിയപ്പോൾ അവൻ ദർശിച്ചത് സഭയ്ക്കകത്ത് ചില കോംപ്രമൈസിങ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പോസ്റ്റ് സഭയിൽ നോക്കുമ്പോൾ ഇങ്ങനെ കോംപ്രമൈസ് കാണരുത്. നമ്മുടെ കുടുംബത്തിൽ നോക്കുമ്പോൾ കോംപ്രമൈസ് കാണരുത്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നോക്കുമ്പോൾ ഇതൊന്നും കാണരുത്. അല്ല, നന്നായി കാണുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ, അല്ലെങ്കിൽ നിത്യത പ്രാപിക്കാൻ, ജീവകിരീടം പ്രാപിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഉഴപ്പൻ ജീവിതം അവസാനിപ്പിക്കാം. കർത്താവിന് വേണ്ടി ചിലത് പ്രവർത്തിക്കുക.
തീഷ്ണതയോടെ നിൽക്ക്. നിന്നെ തൂക്കി നോക്കുമ്പോൾ കർത്താവ് കുറവിനായി കാണരുത്. പ്രതിഫലം ലഭിക്കുന്നൊരു ദിവനമുണ്ട്. അവൻ നമുക്ക് ആ പ്രതിഫലം തരും. പരിശുദ്ധ കർത്താവേ, ഇന്ന് പകൽക്കാലം ദൈവസഭയായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുപാദത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയെ അങ്ങയുടെ കരങ്ങൾ താഴ്ത്തുന്നു. കർത്താവ്, ഈ സഭ കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കുന്നൊരു സഭയായി തീരണം. അശുദ്ധിയുടെ മണ്ഡലങ്ങൾ ദൈവസഭയ്ക്കകത്തുണ്ടാകാൻ ദൈവം അനുവദിക്കരുത്. വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുന്ന, കോംപ്രമൈസ് ഇല്ലാതെ വചനത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കുന്ന ഒരു കൂട്ടായ്മയായി എന്നും നിലനിൽപ്പാൻ കർത്താവേ, ഇതിന് നമ്പരല്ല അങ്ങ് നോക്കുന്നത്, ക്വാളിറ്റിയോടെ നിൽക്കുന്ന ഒരു കൂട്ടരെ, വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരു കൂട്ടരെ, കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു കൂട്ടരെ കർത്താവെ പണിതെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലുള്ള ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇവരെല്ലാവരും ജീവകിരീടം പ്രാപിച്ച് തിരുസന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആരും നഷ്ടപ്പെടാനല്ല, ഞങ്ങൾ മടങ്ങി വരുന്ന കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ പാപങ്ങൾ അങ്ങ് കാണുന്നു. അങ്ങ് ക്ഷമിക്കണമേ. തിരുകരത്തിൽ ഏൽപ്പിക്കുന്ന പിതാവേ, പ്രാർത്ഥനകൾക്ക് ഞാൻ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.